പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നിൽ നിറയണമേ നാഥാ വരേണമേ എന്നിൽ നിറയണമേ. കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നാളിതുവരെ ഞങ്ങൾക്ക് തന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. എന്നിൽ നിറയണമേ നാഥാ വരേണമേ എന്നിൽ നിറയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വരേണമേ എന്നിൽ നിറയണമേ നാഥാ വരേണമേ
നിറയണമേ, എന്നിൽ നിറയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളും പുതുക്കി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളും ഒപ്പം തന്നെ ഇപ്പോൾ നമ്മെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ മധ്യസ്ഥ വഴി ഞങ്ങൾക്ക് നാളിതുവരെ ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്പിരിച്വൽ ഓഡിറ്റിംഗ് എന്നും പറഞ്ഞ് ദൈവ സന്നിധാനത്തിൽ നിന്ന് ഒരു നിരീക്ഷണം ബൈബിള് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ അത് പെട്ടെന്ന് വന്നത്. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ മുറിയിലോട്ട് പോയി എൻ്റെ റെഫറൻസ് നോക്കിയത്. ഇവിടെ ആദ്യം വന്ന് നിങ്ങളോട് സ്തുതിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ സ്പിരിച്വൽ ഓഡിറ്റിംഗ് എന്നും പറഞ്ഞ് എൻ്റെ മനസ്സിലൊരു വചനം വന്ന് ഓഡിറ്റിംഗ്. ഇപ്പം നമ്മൾ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ദൈവം നമ്മളെ വിലയിരുത്തുന്ന രീതികളാണ്, നമ്മുടെ വാല്യൂ, നമ്മളെ തൂക്കി നോക്കുന്ന രീതികൾ ബൈബിളിൽ ഉടനീളമുണ്ട്. അതിലൊന്നാണ് സ്പിരിച്വൽ ഓഡിറ്റിംഗ്. അതായത് ഇപ്പം നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നവരാണ്, അല്ല പുതുക്കിയവരാണ്. അപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോഴും പുതുക്കാൻ പോകുമ്പോഴും ഒക്കെ ദൈവം ഒരു പേഴ്സൺ ടു പേഴ്സൺ ആയിട്ടുള്ള ഒരു റിലേഷനാണ് വരണത്, അല്ലേ? അങ്ങനെ ഒരു റിലേഷൻ ലോകത്ത് ഒരിടത്തും സാധ്യമല്ലെന്നല്ല, ഇല്ല. ഇത് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗം ആയിട്ട് 2004 അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കിതിനെക്കുറിച്ചൊരു വല്ലാത്ത ഒരു
ഇതെങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് അറിയത്തില്ലായിരുന്നു. സത്യം പേടി കൊണ്ടാണ് അറിയാതെ വന്നത്. ഞാൻ വല്ല മെത്രാനച്ച വല്ലതാണെങ്കിൽ പണ്ട് ആദ്യകാലം തന്നെ ഇത് പ്രൊമോട്ടായി പോയനും. ഞാൻ സഭയിലൊരു എളിയ ശുശ്രൂഷനായത് കാരണം അമ്മ എന്നെ വന്ന് കണ്ടതും സന്ദർശിച്ചതും സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയതും ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതും ഒക്കെ സഭയോട് പറയാനും പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാനും എനിക്ക് പരിമിതികളുണ്ട്. കാര്യം എല്ലാവരും ഡൗട്ട് ചെയ്യും, എന്തുദ്ദേശത്തിൽ അവതരിപ്പിക്കുന്നു, ധനകേന്ദ്രത്തിന് ആളെ കൂട്ടാൻ വേണ്ടി അവതരിപ്പിക്കുന്നതാണോ, എന്തെങ്കിലും ഗിമിക്കാണോ? അപ്പം ഒത്തിരിയേറെ മുമ്പിൽ ഒരു സംശയത്തിൻ്റെ പാത്രമായിട്ട് മാറും. അപ്പം അതുകൊണ്ട് എൻ്റെ എത്രയോ വർഷങ്ങൾ പോയി. 2004 ഡിസംബർ 7 ശേഷം ഇത് ഈ മാതാവിൻ്റെ ഒരു രൂപം തന്നെ ഇവിടെ ഞാൻ വെച്ചിട്ട് അന്നത്തെ വികാരി ഇവിടെ വന്നത് പ്രതിഷ്ഠിക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന വന്നില്ല. ബിഷപ്പ് വന്ന് എന്നെ വെഞ്ചരിച്ചു, അത് വേറെ വിഷയം. പക്ഷെ എന്നാലും അതിൻ്റെ സിറ്റുവേഷൻസ് പറയുക, അതിനുള്ള ധൈര്യം കിട്ടിയില്ല. അത് കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മിണ്ടാതെ നടന്നു. ഞങ്ങളിവിടെ എപ്പോഴും ഞാൻ സാക്ഷ്യം പറയും. ഇവിടെ ജനങ്ങളുടെ അന്നത്തെ ഇവിടുത്തെ വലിയ ധ്യാനം മരിയൻ തപസ്സായിരുന്നു. മരിയൻ തപസ് 5 ദിവസത്തെ ധ്യാനമാണ്. 2004 ആരംഭിച്ചതാണ്. അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഡിസംബറിൽ ഒക്ടോബറിൽ ആണ് ധ്യാനമുള്ളത്. അപ്പം അന്നത്തെ ധ്യാനത്തിൻ്റെ പേര് സ്റ്റെരിഗ്മ എന്നാണ്. സ്റ്റെരിഗ്മ എന്ന് പറയുന്നത് 2003 തുടങ്ങിയ ഒരു ധ്യാനമാണ്. സ്റ്റെരിഗ്മ എന്ന് പറയുന്നത് അപ്പോസ്തല സ്ഥിരീകരണ ധ്യാനമാണ്. ആ ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങി 10-12 പേര് 20 പേർക്ക് ധ്യാനം കൊടുക്കത്തുള്ളൂ. അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർ അപ്പോസ്തല ശുശ്രൂഷ ചെയ്യണം. ഇന്നിപ്പം നിങ്ങൾ ചെയ്യണില്ലേ? അതിനേക്കാൾ കഠിനമായ ശുശ്രൂഷ. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. അപ്പോൾ ഈ ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ആൾക്കാർ നാട്ടിലൊക്കെ എല്ലാ വീടുകളിലും പോകുമായിരുന്നു. പോയിട്ട് യേശുവിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. നിങ്ങൾ പത്രം കൊടുക്കും മാത്രമല്ല ചെയ്യുന്നുള്ളത്. പണ്ടങ്ങനെ അല്ലായിരുന്നു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ എല്ലാ വീടുകളിലും ജാതിയും മതവും നോക്കാതെ എല്ലാ വീട്ടിലും കയറി ഇറങ്ങിയിട്ടിൽ യേശുവിനെക്കുറിച്ച് അവർ സംസാരിക്കും. അതൊരു ധൈര്യമാണ്. അത് സ്റ്റെരിഗ്മാധ്യാനമെന്ന് പറയും. ആ സ്റ്റെരിഗ്മാധ്യാനത്തിൻ്റെ അവസാനമാണ് അത് അമ്മ പ്രത്യക്ഷപ്പെടുന്നതും പിന്നീട് മരിയൻ ആ തപസ്സായി ധ്യാനം തുടങ്ങണത്. അത് 16 വരെ തുടങ്ങി. 2016 വരെ ഇവിടെ മരിയൻ തപസ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആൾക്കാർ ചോദിക്കുക, വെച്ചാൽ പഴയ മരിയൻ തപസ് തുടങ്ങണില്ലേ? അപ്പോൾ എനിക്കൊരു മെസ്സേജ് ആയിട്ടില്ല. മെസ്സേജ് ആയിക്കഴിഞ്ഞാൽ തുടങ്ങും. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ശുശ്രൂഷകൾ എല്ലാ ദിവസവും ഇത്രയും ആളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എവിടെയാണ് ഏത് ദിവസമാണ് മരിയൻ തപസ് ഇവിടെ തുടങ്ങാൻ പറ്റുക എന്നറിയത്തില്ല. തുടങ്ങാനുള്ള സ്ഥലവും ഇല്ല. ഇപ്പം മുഴുവനും എല്ലാവരും ഉടമ്പടി ചെയ്യുന്നവരെ കൊണ്ട് നിറഞ്ഞില്ലേ. ഇനി പുതിയൊരു ധ്യാന കേന്ദ്രം നമുക്ക് തുടങ്ങുമ്പോൾ മാത്രമേ അവിടെ മരിയൻ തപസ് തുടങ്ങാൻ പറ്റത്തുള്ളൂ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വിഷയം ഇപ്പം നിങ്ങൾ 90 ദിവസം കൊണ്ട് തന്നെ ആത്മാർത്ഥമായി ഉടമ്പടി ഇൻവെസ്റ്റ് ചെയ്യുന്നവർ സത്യസന്ധരായ സുവിശേഷ പ്രവർത്തകരും ദൈവത്തോട് ഐക്യമുള്ളവരായിട്ട് മാറും. ചിലരുമേ മാത്രമേ ഇങ്ങനെ അവരുടെ വിഷയത്തിൽ ഓറിയൻ്റ് ചെയ്ത് ആ വിഷയത്തിന് മൂവ്മെൻറ്റ്സ് ഉണ്ടായതിന് ശേഷം ഞങ്ങൾ ദൈവത്തിൻ്റെ വേല ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ദൈവവുമായിട്ടൊരു തട്ടുമുട്ടി നടക്കുന്നുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് അവരും കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കൊള്ളും. അവരും പുതുക്കി കഴിയുമ്പോൾ അവർ ശരിയാവും. അവർക്ക് അറിയത്തില്ലല്ലോ. അവരിങ്ങനെ ഓരോരുത്തർ പറഞ്ഞതിന് ശേഷം കേട്ട് വന്ന് ഉടമ്പടിച്ചിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് ഉടമ്പടിയെക്കുറിച്ച് കറക്റ്റ് അറിയത്തില്ല. കാര്യം വെച്ചാൽ ഇതൊരു പേഴ്സൺ ടു പേഴ്സൺ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ. നമുക്കങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു അവസരം കിട്ടിയിട്ടില്ലല്ലോ. ഈ 2000 വർഷം സഭ ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴും ഒരു വ്യക്തിക്ക് ദൈവമെന്ന ഒരു വ്യക്തിയുമായിട്ട് പേഴ്സണലായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള, അതേസമയം തന്നെ ദൈവത്തോട് ഉടമ്പടി പ്രകാരം ജീവിക്കുകയല്ലേ. ഇന്ന് കവനൻ്റൽ ലൈഫല്ലേ. അത് നിങ്ങൾക്കറിയണമെങ്കിൽ സാക്ഷ്യത്തിൻ്റെ നിലവാരം കേൾക്കുമ്പോൾ അറിയാം. എല്ലാം
ഹൈ പ്രൊഫൈലുള്ള ആൾക്കാർ വന്ന് സാക്ഷ്യം പറയുമ്പോൾ അവരെത്ര കൃത്യമായിട്ടാണ് ഉടമ്പടി പ്ലേസ്മെൻറ്റ് നടത്തുന്നതെന്ന് മനസ്സിലാകും. ചിലർ മാത്രമേ ഒരു പ്രാർത്ഥനയായിട്ടൊക്കെ അത് മാറ്റുന്നുള്ളൂ. അവർക്ക് അറിയത്തില്ല. അവർ പുതുക്കി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും പ്രാർത്ഥനയും കൊണ്ട് മാത്രം ഇരുന്ന ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല, ഉടമ്പടി വിരിയത്തില്ലെന്നറിയാം. നിങ്ങളെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരുന്ന ഉടമ്പടി വിരിയത്തില്ല. കാര്യം എന്താണ്? അത് ചെയ്യുന്ന പദ്ധതിയാണ്. ഇപ്പം ചെയ്യുന്ന പദ്ധതിക്ക് പക്ഷേ അതിനുള്ള ഇന്ധനം നമുക്കുണ്ടാവണം. അതാണ് ഞാൻ സ്പിരിച്വൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞത്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഈശോ പറഞ്ഞു സ്പിരിച്വൽ ഓഡിറ്റിംഗ്. അപ്പോൾ അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. സോഷ്യൽ ഓഡിറ്റിംഗ് എനിക്കറിയാം. അപ്പോഴേ എൻ്റെ മനസ്സിൽ വന്നത്, നിങ്ങളെ എനിക്കറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. അതാണ് നിങ്ങളെക്കുറിച്ച് കിട്ടിയ ഫസ്റ്റ് മെസ്സേജ്. അതാണ് ഞാൻ അകത്തേക്ക് പുറത്തേക്ക് പോയിട്ട് ആ മെസ്സേജ് എടുത്തത്. 5:42 ആ മെസ്സേജ് ഉള്ളത്. യോഹന്നാന്റെ സുവിശേഷം 5:42. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 5:42. യോഹന്നാൻ 5:42. എനിക്ക് നിങ്ങളെ അറിയാം. കേട്ടെ, എനിക്ക് നിങ്ങളെ അറിയാം. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ബേസിക് ആയിട്ടുള്ള ദൈവ അസസ്മെൻ്റ് അതാണ്. ബേസിക് അസസ്മെൻറ്റ്. ഉടമ്പടിയിലേക്ക് നമ്മൾ വരുമ്പോഴും ഇനി എക്സോർവായി നിങ്ങൾ കേവലമായിട്ട് നിന്നാൽ പോലും ഈ ബേസിക് അസസ്മെൻറ്റിനെ അഡ്രസ്സ് ചെയ്യേണ്ടി വരും നമ്മൾ. ദിറ്റ് ഈസ് എ വെരി സീരിയസ് ഫാക്ട്, സീരിയസ് ചാലഞ്ച്. അതായത് ഈ ബേസിക് അസസ്മെൻറ്റിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ് സ്പിരിച്വൽ ലൈഫിലെ സീരിയസ് ചാലഞ്ച്. ബേസിക് അസസ്മെൻറ്റ് എന്താണ്? ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു അറിവുണ്ട്. എന്താണ്? ഐ നോ യു, യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. അത് അങ്ങനെ ഒരു അസസ്മെൻറ്റ് വന്നാൽ ഉടമ്പടി വർക്ക് ചെയ്യാൻ പാടായിരിക്കും. അങ്ങനെ ഒരു അസസ്മെൻറ്റ്, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു വിലയിരുത്തൽ വന്നാൽ ഉടമ്പടി മൂവ് ചെയ്യും. പക്ഷേ ഈ കൊട്ടിഘോഷിക്കുന്ന സ്പീഡ് ഉണ്ടാകത്തില്ല. കൊട്ടിഘോഷിക്കുന്ന സ്പീഡ് ഉണ്ടാകത്തില്ല. വന്ദേ ഭാരതിനൊക്കെ ട്രെയിൻ വന്നപ്പോൾ ഭയങ്കര കൊട്ടിഘോഷിക്കില്ല. പക്ഷേ സ്പീഡ് നമ്മുടെ പാളത്തെ കൂടിയല്ലേ സാധനം ഓടുന്നത്, വേറെ പുതിയ പാളമൊന്നും ഇല്ലല്ലോ. അതുപോലെ നിങ്ങൾക്ക് ദൈവസ്നേഹം കുറഞ്ഞാൽ ഉടമ്പടിക്ക് സ്പീഡ് കുറയും. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവായ ദൈവമേ, എന്നിൽ ദൈവസ്നേഹം നിറയാൻ എന്നെ അഭിഷേകം ചെയ്യണം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയിലുണ്ടായിരുന്ന അതേ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധനയിലൂടെ നിങ്ങൾ ഓരോരുത്തരിലും ഈശോയെ ദൈവസ്നേഹം എന്ന പുണ്യം അധികമായി ഈശോയെ ഭയപ്പെടുവാൻ ഈശോയേ ദിവ്യകാരുണ്യം അല്ലോ നീ. പാടി വാഴ്ത്താം പാടി വാഴ്ത്താം പാവന സ്നേഹമേ. പാടി വാഴ്ത്താം പാടി വാഴ്ത്താം പാവന സ്നേഹമേ. ആരാധന ആരാധന ആത്മനാഥനേശുവേ. ആരാധന ആരാധന സ്നേഹരാജനേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സ്പിരിച്വൽ അസസ്മെൻറ്റിലെ ആദ്യത്തെ
റെഫറൻസ് ദൈവസ്നേഹമാണ്. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നു, നമ്മൾ ജോലിക്ക് വേണ്ടി ചെയ്യുന്ന ഉടമ്പടി അല്ലേ, അതുപോലെ തന്നെ നമ്മൾ രോഗസൗഖ്യത്തിന് വേണ്ടി ഉടമ്പടി ചെയ്യുന്നവരുണ്ട്, ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടി ഉടമ്പടി ചെയ്യുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും അതിൻ്റെ എല്ലാത്തിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത് ഈ അസസ്മെൻറ്റാണ്. എല്ലാത്തിൻ്റെ ബേസിക് ഫസ്റ്റ് എന്താണ്? നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ ഗ്രേഡ് ഉണ്ടാകണം. രണ്ടാമത് നമ്മുടെ കപ്പാസിറ്റി എന്താണെന്ന് ദൈവം ചോദിക്കും. രണ്ടാമത് വാട്ട് ഈസ് യുവർ കപ്പാസിറ്റി? ഉടമ്പടി ചെയ്യാനുള്ള നിങ്ങളുടെ കപ്പാസിറ്റി എന്താ? നിങ്ങൾ എന്ത് കപ്പാസിറ്റി വെച്ചുകൊണ്ടാണ് എന്നോട് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്? വാട്ട് ഈസ് യുവർ കപ്പാസിറ്റി? അതും ഒരു ചോദ്യമാണ്. അതറിയണമെങ്കിൽ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 9:28 വായിച്ചാൽ മനസ്സിലാവും. മത്തായി ശ്ലീഹ 9:28. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 9:28. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവൻ്റെ സമീപം ചെന്നു. യേശു അവരോട് ചോദിച്ചു, എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ സെക്കൻഡ് വിഷയം കണ്ടാവും. ആദ്യം ദൈവസ്നേഹമാണ് നമ്മൾ ചർച്ച ചെയ്തത്. പിന്നീട് വരണത് എനിക്ക് ഇപ്പോൾ അന്ധന്മാരെ യേശുവിൻ്റെ കൂടെ, ഇപ്പോൾ യേശു യഹൂദ പ്രമാണിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നടന്ന സംഭവമാണ്. വഴി കണ്ട അന്ധന്മാരൊക്കെ യേശുവിൻ്റെ പുറകെ ഓടി വന്ന് അവർ വീട്ടിൽ കയറുന്ന അന്ധന്മാർ യേശുവിന് തടസ്സം നിന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് കാഴ്ച ലഭിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് ചോദിക്കുന്നത്, വാട്ട് ഈസ് യുവർ കപ്പാസിറ്റി? നിങ്ങൾ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത് ജോലി ലഭിക്കണം, ഇല്ലേ? അതാ സംഭവം. അപ്പം അന്ധന്മാർ അതുപോലെ പറയണം, എനിക്ക് കാഴ്ച ലഭിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ജോലി ലഭിക്കണം, വീട് ലഭിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞത് 24 വർഷമായിട്ട് അവർക്ക് വീടുമില്ല, സ്ഥലവുമില്ല. 24 വർഷമായിട്ട് അവർക്ക് വീടുമില്ല, സ്ഥലവുമില്ല. എൻ്റെ മക്കളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, 24 ദിവസത്തിനുള്ളിലേ ഇവർക്ക് ഉടമ്പടിയോടുകൂടി വീട് സ്ഥലം ലഭിക്കുന്നുണ്ട്. ഞെട്ടിപ്പോവും. ആറ്ററമ്പിലെ പാലായിലെ ആറ്ററമ്പിലെ പുറമ്പൊക്കെ താമസിക്കുന്ന ആളാണ്. 24 വർഷമാണ് അവർക്ക് വീടില്ലാത്തത്, ഒരു 1/4 നൂറ്റാണ്ട്. പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ 24 ദിവസത്തിനുള്ളിൽ അവർക്ക് സ്ഥലമായിട്ട് വെറും ഒരാഴ്ചക്കുള്ളിൽ വീടായി. അപ്പം ഇതൊക്കെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ഓർക്കും, അങ്ങനെ ഓരോരോ രീതികളിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിലാണ് മെറ്റീരിയൽ പോസിബിലിറ്റി ആൻഡ് പൊട്ടൻസി. നിങ്ങളുടെയൊക്കെ എപ്പോഴും ലോജിക്ക് റീസൺസ് വർക്ക് ചെയ്യണ മെറ്റീരിയൽ പോസിബിലിറ്റി ആൻഡ് പൊട്ടൻസിയിലാണ്. ഇത് ഉടമ്പടി ബാധകമല്ല. മെറ്റീരിയൽ പോസിബിലിറ്റി ആൻഡ് പൊട്ടൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് കിട്ടാനുള്ള സാധ്യതയുണ്ടോ മെറ്റീരിയലായിട്ട്, ഭൗതിക സാധ്യത ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ദൈവം കൂടി ഒന്ന് മുട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുമെന്നുള്ള ഭൗതിക സാധ്യത ഇല്ല. കാര്യം എന്താ വേണ്ടത്? വീടും വേണം, സ്ഥലവും വേണം, വീടും വേണം. 24 ഭൗതിക സാധ്യത ഇല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർക്കും അത് നിസ്സാര കാര്യം. നിങ്ങൾക്ക് ജോലിയുണ്ടല്ലോ, ജോലിയുള്ളവർക്ക് ലോൺ എടുക്കാൻ എന്ത് വേണമെങ്കിലും ലോൺ കിട്ടുമല്ലോ. വീടും കിട്ടും, കാറും കിട്ടും, എല്ലാം ജോലി കിട്ടും. അതുപോലെ അങ്ങനെ ചിന്തിക്കാൻ ഇവർക്ക് പറ്റത്തില്ല. 24 കൊല്ലം ചിന്തിച്ചില്ലേ അവർ? അതിലെ ചിന്തിക്കണ്ടേ? 24 കൊല്ലം അവർ ജീവിച്ച ആറ്ററമ്പിൽ പൊന്മാനെപ്പോലെ ജീവിക്കുക. അപ്പോൾ എന്തെങ്കിലും കഴിവോ സാധ്യതയോ ഭൗതികമായ സാഹചര്യമോ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടേണ്ടതായിരുന്നു. മാനുഷികമായ സാഹചര്യം ഇല്ലെന്ന് വ്യക്തമല്ലേ? ഇല്ലാത്ത മാനുഷിക സാഹചര്യം മീൻസ് 0 പോസിബിലിറ്റിയിലാണ് അവർ. ഒരു വ്യക്തി 0 പോസിബിലിറ്റിയിലാണെന്ന് വിചാരിച്ചോ,
പക്ഷേ അയാൾ ഉടമ്പടി എടുക്കുമ്പോൾ അവകാശിയായി മാറും. ഫോർ ക്രിസ്ത്യൻസ് ഞങ്ങൾ മാമോദിസ സ്വീകരിക്കുമ്പോൾ മാമോദിസ ഒരു കവനൻ്റാണ് ശരിക്കും പറഞ്ഞാൽ. അത് കൂദാശയാണ്, സക്രമെൻറ്റ്. അപ്പം അതിൻ്റെ അകത്ത് പറയുന്നത് ഞങ്ങളെ ക്രൈസ്തവരും, അതായത് മാമോദിസ സ്വീകരിക്കണ മാമോദിസ കൂദാശ എന്താണൊരു വ്യക്തി അവരെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുന്നു, മോക്ഷരാജ്യത്തിൻ്റെ അവകാശികൾ. ഈശോ നേടിയെടുത്ത നിത്യജീവനിൽ അവകാശം ലഭിക്കാൻ വേണ്ടിയാണ് ഈ മാമോദിസ സ്വീകരിക്കുന്നത്. അപ്പോൾ ആ കൂദാശയിലൂടെ ഒരു അവകാശമാണ് നമുക്ക് ലഭിക്കുന്നത്. ഉടമ്പടിയിലൂടെ ഒരു അവകാശമല്ല, എത്ര അവകാശങ്ങളാണ് ലഭിക്കുന്നത്. ഈ സ്ത്രീക്ക് വല്ല അവകാശമുണ്ട്? 24 കൊല്ലം ജീവിച്ചിട്ടും അവർക്കൊരു വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ ആ സ്ഥലം സ്വന്തം പേരിലാക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. അതാണ് അവരുടെ ഭൗതിക സാഹചര്യം. അതാണ് ദൈവത്തിലെ ഞാൻ നിന്നോട് സംസാരിക്കണത്, ദൈവം നിന്നോട് സംസാരിക്കണതാണ്. എന്താ കാരണം? നിൻ്റെ സാഹചര്യം 0 ആണെന്ന് വിചാരിച്ചോ? നീ വിചാരിക്കണത് നീ എന്തുകൊണ്ടാണ് റിലേ ചെയ്യാത്തതിൻ്റെ കാരണം നിനക്ക് രക്ഷപ്പെടാനുള്ള ഭൗതിക സാഹചര്യം നിൻ്റെ മുമ്പിൽ കാണാത്ത കൊണ്ടാണ്. എങ്ങനെ കടം മേടിക്കാനില്ലച്ചാ, ലോൺ എടുക്കാനില്ലച്ചാ എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ ഇത് 0 സാഹചര്യമാണ്, 0 സാധ്യത. 0 സാധ്യത എന്നുകൊണ്ടാണ് പല ആൾക്കാരും ഉടമ്പടി ചെയ്യണത്. എന്താണ് ഉടമ്പടിയുടെ സാധ്യത? ദൈവമാണ്. കൈയടിച്ച് കർത്താൻ ഞങ്ങൾക്ക് അനന്ത സാധ്യതകൾ തുറന്നു തരുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. പാടി വാഴ്ത്താ പാവന സ്നേഹമേ, പാടി വാഴ്ത്താ പാവന സ്നേഹമേ. ഈശോയേ ദിവ്യകാരുണ്യം അല്ലോ നീ, പാടി വാഴ്ത്താ പാവന സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ആ വചനം ഒന്നുകൂടി പരിശോധിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 9:28. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 9:28. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവന്റെ സമീപം ചെന്നു. ഓക്കെ, ഏറ്റു പറഞ്ഞേ. അവൻ ഭവനത്തിലെത്തിയപ്പോൾ അന്ധന്മാർ അവന്റെ സമീപം ചെന്നു. യേശു അവരോട് ചോദിച്ചു, എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉവ്വ് കർത്താവേ എന്നവർ മറുപടി പറഞ്ഞു. അതായത് ഞാനത് എംഫസിസ് ചെയ്യാൻ എവിടെയാണെന്നറിയാവോ? ഇതിൽ ഇപ്പം എനിക്ക് യേശു അന്ധന്മാരോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അന്ധന്മാരാകാം, ജോലി ഇല്ലാത്തവരാകാം, പ്രമോഷന് വേണ്ടി പരിശ്രമിക്കുന്നവരാകാം, വീടില്ലാത്തവരാകാം, സ്ഥലമില്ലാത്തവരാകാം, വിവാഹം ഒത്തുവരാത്തവരാകാം, മക്കളില്ലാത്തവരാകാം. എന്താണ് ഇങ്ങനെയുള്ളവരോട് യേശു ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനുണ്ട്. എന്താണ്? എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? പക്ഷെ ആ ചോദ്യത്തിൻ്റെ ഒന്ന് തിരിച്ചിട്ടൊക്കെ മനസ്സിലാകാൻ ഒരു സത്യമുണ്ട്. എന്താണ്? വാട്ട് കപ്പാസിറ്റി യു ഹാവ് ടു ആസ്ക് മീ സച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്?
മനസ്സിലായ? നിനക്ക് എൻ്റെ അടുത്ത് വരാൻ എന്താണ് യോഗ്യത? അതാണ് ചോദ്യം. വാട്ട് ഈസ് യുവർ കപ്പാസിറ്റി? അസസ്മെൻ്റാണ്, സ്പിരിച്വൽ അസസ്മെൻ്റാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു സ്പിരിച്വൽ അസസ്മെൻ്റാണ്. ആധ്യാത്മികമായ ഒരു കണക്കെടുപ്പ്, ആത്മീയമായ കണക്കെടുപ്പ്. ഒരു ഉടമ്പടി എടുക്കുന്ന വ്യക്തി ഒരു ആധ്യാത്മികമായ കണക്കെടുപ്പിന് തയ്യാറായിരിക്കണം. കർത്താവ് എന്താ ഇപ്പോൾ 5:42 എന്താ ചോദിച്ചിരിക്കണത്? എനിക്കിത് ചെയ്ത് തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് എന്ത് കപ്പാസിറ്റിയാണ് എന്നോടിത് ചോദിക്കാൻ? അതാണ് ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ വീട് ചോദിച്ചു, ജോലി ചോദിച്ചു, അല്ലെങ്കിൽ IELTS വിജയം ചോദിച്ചു, സ്കോർ ചോദിച്ചു. വാട്ട് കപ്പാസിറ്റി യു ഹാവ് ടു ആസ്ക് മീ സച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്? അതാണ് സംഭവം. അപ്പോൾ കപ്പാസിറ്റി എന്താണെന്ന് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ക്ലിയറാണ്? നിങ്ങൾക്ക് എന്ത് കപ്പാസിറ്റിയാണ് എന്നോടിത് ചോദിക്കാനുള്ളത്? 6 കാര്യം നിങ്ങൾ ഉടമ്പടി എഴുതിയിട്ടുണ്ടല്ലോ. അത് എന്നോട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താണ് കപ്പാസിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? വിശ്വാസമാണെന്ന് ഇവിടെ നമുക്ക് വ്യക്തമാണ് അല്ലേ? അന്ധന്മാരെന്താ പറഞ്ഞത്? ഞങ്ങൾക്കത് ചെയ്തു തരാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ വേദപുസ്തകത്തിനൊരു പരിപാടിയുണ്ട്. വിശ്വസിച്ചാൽ മാത്രം, അത്തരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ മാത്രം ചിലത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതാണ് വേദപുസ്തകത്തിൽ. ഇപ്പം നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നവർ, വിശ്വസിക്കാൻ പിന്നെ ഇതിനെ മടിക്കാച്ചും മുടക്കി വരത്തില്ലല്ലോ അല്ലേ? വെളുപ്പിനെ 4 മണിക്കൊക്കെ പോകുന്ന ആൾക്കാരില്ലേ? വിശ്വസിക്കാത്ത വല്ലവരും വരുമോ? പക്ഷെ ചില കാര്യം വിശ്വാസം കൊണ്ട് വർക്ക് ചെയ്യത്തില്ല. എന്ത് വേണം? പിന്നെ പ്രവൃത്തി കൂടി വേണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് 2:19. യാക്കോബ് 2:19. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലേഖനത്തിൽ നിന്ന് 2-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ. യാക്കോബ് 2:17. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം എന്ന് പറഞ്ഞേ, പറഞ്ഞേ. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അതിൽ തന്നെ നിർജീവമാണ്. വെറുതെ നാക്കിൻ്റെ അടിച്ച പാട്ട് പാടിയിട്ട് കാര്യമില്ലെന്നാ പറഞ്ഞത്. മനസ്സിലായല്ലേ? പാട്ട് പാടിയിട്ട് വലിയ കഥയൊന്നുമില്ലെന്നാണ് പറയണത്. എന്താ കാര്യം? ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും. അതാണ് യാക്കോബ് 2:17. അതാണ് വിശ്വാസം കൊണ്ട് മാത്രം നമ്മൾക്ക് ദൈവിക അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അതാണ് ഉടമ്പടി ഇവിടെയാണ് റിയലൈസ് ചെയ്യണത്. ഉടമ്പടി ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ തനിയ ബാബു എന്നൊരു മോൾ സാക്ഷ്യം പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കുറേ എല്ലാ സാക്ഷ്യവും ഒന്നും ഇഷ്ടപ്പെടത്തില്ല. ചില ആൾക്കാർ എണ്ണി ഇങ്ങനെ അനുഗ്രഹം കിട്ടിയൊക്കെ വിളിച്ചു പറയും. അപ്പം ഞാൻ സാറിന് പറയും, അവരെ പറഞ്ഞു വിടാൻ പറയും. എന്താ കാര്യം? ഇങ്ങനെ ഒരു പട്ടികക്കാരൊന്നും നമ്മൾ ഉദ്ദേശിക്കണില്ല. ഇങ്ങനെ അനുഗ്രഹത്തിൻ്റെ പട്ടിക എണ്ണി പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരെ ഉദ്ദേശിക്കണില്ല. മറിച്ച് ഉടമ്പടിയുടെ സ്പിരിറ്റ് ഓഫ് കവനൻ്റ് ഉണ്ട്. ഇപ്പം തനിയ ബാബുവിൻ്റെ കവനൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ജോലി വേണം. പക്ഷെ അതിനെന്താ പ്രശ്നം? അവൾക്ക് കിട്ടിയ ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആ ജോലിക്ക് കയറിയിട്ട് പോലും ആ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ എന്തൊക്കെ കുഴപ്പങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അപ്പോഴാണ് ഈ ഉടമ്പടി ധ്യാനം കൂടുന്നത്. ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ ഞാൻ ഉടമ്പടി ധ്യാനത്തിൽ പറയുന്നത് അവൾ ശ്രദ്ധിച്ച്, എന്താ പറയുക, നിങ്ങളുടെ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞൊന്നുമല്ല. ഈ ഉടമ്പടിയുമായിട്ട് ദൈവത്തിൻ്റെ ജനങ്ങളുടെ കൂടെ ദൈവത്തിന് വേണ്ടി സഞ്ചരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്ന് പറഞ്ഞില്ലേ സ്പിരിച്വൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞല്ലേ? സ്പിരിച്വൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു കാലത്ത് പറഞ്ഞായിരുന്നു നിങ്ങൾ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്യണമെന്ന് പറയും.
കാര്യം വിശ്വാസത്തിൻ്റെ മേൽക്കൈ നേടുന്നത് സ്റ്റാറ്റസ് ഡീ പ്രൊമോട്ടിങ്ങിലാണ്. ഇപ്പം നമുക്ക് ഒരു നിലവാരമില്ലേ, ഒരാൾക്കാർക്ക് ഒരു നിലവാരമുണ്ടല്ലോ. നിലവാരം ദൈവത്തിന് വേണ്ടി എപ്പോൾ മറക്കുന്നു, അപ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് പ്രൊമോട്ടിങ് ആവും. അപ്പോൾ നിങ്ങളെക്കാൾ ഉയരം, എല്ലാത്തിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുന്ന കൽപ്പനയെ നിങ്ങൾ ശിരസ വഹിച്ചുകൊണ്ട് അതിനെ സത്യസന്ധമായി വിശ്വസിക്കും. അക്ഷരം കൊണ്ടൊക്കെ വിശ്വസിക്കാൻ ആർക്കും പറ്റും. നമുക്ക് മുതൽ മുടക്കില്ല, നമ്മൾ ടാക്സ് കൊടുക്കണ്ട. ടാക്സ് കൊടുക്കണ വിശ്വാസമുണ്ട്, ടാക്സ് കൊടുക്കാത്ത വിശ്വാസമുണ്ട്. അതാണ് പ്രശ്നം. പ്രവൃത്തി മൂലം നീതീകരിക്കുന്ന യാക്കോബ് 2:17 വിശ്വാസം ടാക്സ് കൊടുക്കുന്ന വിശ്വാസമാണ്, മറ്റേ ടാക്സ് കൊടുക്കാത്തതാണ്. അത്തരം കൊണ്ട് പാടുന്നില്ല, പാടുകയും ഒക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ടാക്സ് ഒന്നും മുടക്കണില്ലല്ല, നമുക്ക് മുടക്കൊന്നുമില്ല. അത് സത്യസന്ധമാണ്. നമ്മളുടെ ഒരു ബാധ്യതയാണ് നമ്മുടെ വിശ്വാസം സത്യമാണെന്ന് തെളിയിക്കേണ്ടത്, ദൈവത്തിൻ്റെ ബാധ്യതയല്ല. നിങ്ങളുടെ ബാധ്യതയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് സത്യമാണെന്ന് തെളിയിക്കേണ്ടത്. അതെങ്ങനെ തെളിയിക്കും? ടാക്സ് അടിക്കും. അമ്മേ എന്താണത്? അത് സത്യസന്ധമായി തെളിയിക്കാൻ പ്രവൃത്തിയോ മൂലം മാത്രമേ നമുക്ക് ദൈവ ഓപ്ഷനുള്ളൂ. പ്രവൃത്തി മൂലം. തനിയാടെ സാക്ഷ്യത്തിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, തനിയ പറഞ്ഞ ഇതാണ്, എന്നോട് ഒത്തിരി പേര് പത്രം ചോദിച്ചു, ഞാൻ കൊടുത്തില്ലെന്ന്. എൻ്റെ കൂട്ടുകാരത്തോട് ഞാൻ പറഞ്ഞു പത്രം ചോദിക്കുന്നവർക്ക് കൊടുക്കരുതെന്ന്. അപ്പോൾ ഞാൻ ഓർത്ത് ഇതെന്ത് പരിപാടിയാണ്? നമുക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ ആൾക്കാരെ പരിശുദ്ധ പ്രവർത്തനം ചെയ്യണത്. തനിമാവിൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിച്ചത് ചോദിക്കുന്നവർ കൊടുക്കരുതെന്ന്. പക്ഷെ പത്രം വേണ്ടെന്ന് പറയുന്നവരെ കെട്ടിയേൽപ്പിക്കണമെന്ന്. മാതാവേ, അതാണ് ടാക്സിങ് എന്ന് പറയണത്. പത്രത്തിനോട്, കൃപാസനം പത്രത്തിലാണ് സാക്ഷ്യങ്ങളിരിക്കണം മുഴുവനും. അത് വേണ്ടെന്ന് പറയുന്നവനെ കെട്ടിയേൽപ്പിക്കണം. അതിൻ്റെ ക്ലൂ അതാണ്. എന്ന് വെച്ചാൽ പത്രത്തോട് പ്രതിപത്തി കാണിക്കാത്തവർക്ക് നീ കൊടുക്കണം. കൂട്ടുകാരത്തോടും പറഞ്ഞു വിട്ടിരിക്കുകയാണ്, പ്രതിപത്തി കാണിക്കുന്നവർക്ക് കൊടുക്കണ്ട, അവർ ഇന്നലെ നാളെ എവിടെ നിന്ന് വാങ്ങിച്ചോളൂ. ഇതിനോട് താല്പര്യം ഇല്ലെന്ന് പറയണ ആൾക്കാർക്ക് അത് അടിച്ചേൽപ്പിക്കണം, പുറകെ നടന്നാലും ശരി. അതാണ് പ്രേക്ഷിത വില, അതാണ് പ്രശ്നം. ടാക്സിങ് എന്ന് പറയുന്നത് മറ്റേ എളുപ്പമല്ലേ, തിരിച്ചുകൊണ്ട് മേടിക്കും, ഒരു കുഴപ്പം, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ല. പക്ഷെ വേണ്ടെന്ന് പറഞ്ഞ് വിപ്രതിപത്തി കാണിക്കുന്ന ആൾക്കാരുടെ മേൽ കെട്ടിയേൽപ്പിക്കണമെങ്കിൽ നമുക്കെന്ത് വേണം? 2 സംഭവം വേണം. ദൈവസ്നേഹം വേണം, പിന്നെന്താണ്? വിശ്വാസം വേണം. മനസ്സിലായില്ലേ? അവൾക്ക് കിട്ടിയ ജോലി പിന്നെ പോയില്ല. എന്താണ്? ദൈവത്തിന് അവളെ വിശ്വാസമായി. ഇത് ഒരു മിനിമം പരിശുദ്ധാത്മാവിലാണ് ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ഉടമ്പടി വർക്ക് ചെയ്യണത് ഒരു മിനിമം ഹോളി സ്പിരിറ്റ് കീപ്പ് ചെയ്യണം. കാര്യം പരിശുദ്ധാത്മാവ് ആണ് നമ്മൾക്ക് ഇതിൻ്റെ ക്ലൂ ഒക്കെ പറഞ്ഞു തരണത്. ഞാൻ നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, ദൈവത്തിന് ഒരു നാഷണൽ കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത ഒരു റോഡ് നമ്മുടെ ആത്മാവിലൂടെ പണിയുമ്പോഴുണ്ടാകുന്നൊരു ഗുണമെന്ന് പറയണത്, ഏത് സമയത്തും പരിശുദ്ധാത്മാവിൻ്റെ ഒരു സംസർഗം ഉണ്ടാകുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾക്കൊരു ബ്ലോക്ക് വന്നാൽ പോലും ദൈവം അതിന് പെട്ടെന്ന് ഇപ്പം ദൈവം പറഞ്ഞാൽ നമുക്ക് കേൾക്കണ്ടേ? നമ്മൾ റേഞ്ചില്ലാത്ത സ്ഥലത്ത് പോയി നിന്നാൽ എങ്ങനെയാണ് കേൾക്കണത്? റേഞ്ചുള്ള സ്ഥലത്ത് നിൽക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് റേഞ്ചിങ് എന്ന് പറയണത് ഒരു റേഞ്ച് ഓഫ് ദി ഉടമ്പടിയുടെ റേഞ്ച് എന്ന് പറയണത് ഒന്ന് വിശുദ്ധിയും ഒന്ന് സാക്ഷ്യവുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. ഇത് രണ്ടും കറക്റ്റാക്കിയാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും. ഒന്ന് വിശുദ്ധി എന്ന് പറയുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനെ എപ്പോഴും നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ. ഇപ്പോൾ തനിയോട് പറഞ്ഞത് എന്താണ്? ഇതിന് ക്ലൂ കിടപ്പുണ്ട്, നിനക്ക് ഞാനൊരു ഉപദേശം തരാം, നിനക്കിതിൻ്റെ നീ രക്ഷപ്പെടാൻ ഒരു മാർഗം ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കാം. ബൈബിളിൽ എപ്പോഴും ഉള്ളതാണ് ഈ മുഖത്ത് നോക്കി ഉപദേശിക്കൽ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന
32-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. സങ്കീർത്തനം 32:8 വായിച്ചോളൂ. ഞാൻ നിന്നെ ഉപദേശിക്കാം, ഏറ്റു പറഞ്ഞേ, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. എന്നാ ഇൻറ്റിമസിയാ. നമ്മളോട് ഏറ്റവും അടുപ്പമുള്ളവർ നമ്മുടെ കണ്ണെ നോക്കിയിട്ട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് എന്ത് ഇൻറ്റിമസി ഫീൽ ചെയ്യും. ദൈവം അങ്ങനെയാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന വഴികൾ സിമ്പിളായ വഴികളാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ കാരണം? 21 ലക്ഷത്തോളം മനുഷ്യരെ ഈ ജന്മത്തിൽ കൗൺസിൽ ചെയ്താണ്. 21 ലക്ഷം മനുഷ്യരെ. അച്ഛനായിട്ട് 5 ദിവസം പോലും എനിക്ക് വെറുതെ പോയിട്ടില്ല. പിറ്റേ ദിവസം തുടങ്ങിയതാണ് ശുശ്രൂഷ. പല ശുശ്രൂഷകളിൽ അവസാനമാണ് ദൈവം ഉടമ്പടി തന്നത്. അതിനുള്ളിൽ എത്രയോ ശുശ്രൂഷകൾ നടന്ന് കടലിൽ 10 കൊല്ലം കൺവെൻഷൻ വരെ നടത്തി. 10 കടലില്ലേ, കടപ്പുറത്തല്ല, കടലില്ലേ. ഓരോരോ കാലത്ത് കർത്താവ് പറയുന്ന ഓരോ ശുശ്രൂഷ. ഒരു കാലത്ത് ഇവിടെ അഖണ്ഡ ജപമാലയായിരുന്നു, 1000 മണിയുടെ ജപമാല. 1000 മണിയുടെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് പോപ്പ് ജോൺ പോള് ജപമാല വർഷം പ്രഖ്യാപിച്ചത്. എൻ്റെ ജന്മത്തിൽ ഞാൻ കർണക്കൊന്ത ചൊല്ലിയിട്ടില്ല, ചൊല്ലുകയുമില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? കർണക്കൊന്ത ചെല്ലുന്നവർ ചെല്ലിക്കോ, പക്ഷേ അതൊരിക്കലും നിങ്ങൾ യഥാർത്ഥ കൊന്തയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ചില ആൾക്കാർ, ചില കുടുംബങ്ങൾ മുടിഞ്ഞു പോകാൻ കാരണം അവർ യഥാർത്ഥ കൊന്തയ്ക്ക് പകരം കർണക്കൊന്ത ചൊല്ലിയിട്ടാണ്. എന്താ കാര്യം? ഒന്നാമത്തെ വിശ്വാസത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാകണം. കർണക്കൊന്തയിൽ എന്താ പറയുക? ഒൺലി പാഷൻ ഈസ് നറേറ്റിംഗ് ദെയർ. കർത്താവ് ഈശോ മിശിഹായുടെ പീഡാനുഭവങ്ങളെ ഓർത്ത് എന്നോടും ലോകത്തോട് മുഴുവനും കരുണയുണ്ടാകണം. അത്രയേ ഉള്ള സംഭവം. അതൊരു 20 പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ 100 പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പോൾ ആ പ്രാർത്ഥന തീർന്നു. പക്ഷെ നിങ്ങൾ എന്താ ചെയ്തത്? ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണത് ബേസിക്കായിട്ട്. എന്താണ് അവിടെ നമ്മൾ എന്ത് വിശ്വാസത്തിൻ്റെ ഏത് രഹസ്യമാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്? ഒൺലി പാഷൻ. കർത്താവിൻ്റെ പീഡാനുഭവം മാത്രമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹാരഹസ്യങ്ങൾ പീഡാനുഭവം ഒരു കഷ്ണം മാത്രമാണ്. നമ്മൾ പീഡാനുഭവത്തിലൊന്നുമല്ല വിശ്വസിക്കണത്. പീഡാനുഭവം പ്രഖ്യാപിക്കണം നമ്മൾ ചെയ്യണത്. പീഡാനുഭവം പ്രഖ്യാപിക്കും, കർത്താവിൻ്റെ മരണം നമ്മൾ പ്രഖ്യാപിക്കും. പിന്നെന്താണ് വിശ്വസിക്കണത്? എന്തിനാണ്? പീഡാനുഭവത്തിലല്ല, ഉയർപ്പിലാണ് വിശ്വസിക്കണത്. കർണക്കൊന്തൽ എവിടെയാണ് ഉയർപ്പ് പറയണത്? ഒരിക്കലും പറയണില്ല. ഉയർപ്പ് പറയാത്തിടത്തോളം കാലം ഒരു പ്രാർത്ഥനയിൽ ശരിക്കും പറഞ്ഞാൽ അത് പ്രാർത്ഥനയുടെ സമ്പൂർണമായ ഫോർമുല ഉള്ളതല്ല. നിങ്ങൾ ചെല്ലണമെന്ന് ഞാൻ പറയത്തില്ല. പാപകരമായ അവസ്ഥയിലുള്ളപ്പോൾ ചെല്ലാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ്. പക്ഷെ അത് വെച്ച് നിങ്ങൾ സമ്പൂർണ്ണ ജപമാല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ചില കുടുംബങ്ങളിലെ അട്ടിരിക്കുകയാണ്. എന്താ കാര്യം? ഇവർ യഥാർത്ഥ ജപമാല ഉപേക്ഷിച്ചിട്ട് ബിരിയാണി മാറ്റിയിട്ട് അച്ചാർ കഴിച്ച പോലെ അവസ്ഥയാണ്. കാര്യം അറിയാൻ പാടില്ല ചെയ്ത. യഥാർത്ഥ ജപമാലയിൽ എന്തെല്ലാം ഉള്ളത്? കർത്താവിൻ്റെ ജനനം തൊട്ട് പരസ്യജീവിതം തൊട്ട് പീഡാനുഭവം തൊട്ട് കുരിശുമരണം കൂടി അവൻ വീണ്ടും വരവ് വരെ അതിനകത്തുണ്ട്. അപ്പം സമ്പൂർണമായ ജപമാലയാണ് പ്രകാശത്തിൻ്റെ ദിവസം ഉൾപ്പെടെയുള്ളത്. അപ്പം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന സഭ ഇതുപോലെ മിസ്ഗൈഡൻസ് വരും. സഭയിൽ ഒത്തിരിയേറെ പ്രാർത്ഥനാ രൂപങ്ങളുണ്ട്. അതൊക്കെ സഭ ഒത്തിരി പഠിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ തന്നെ സ്ഥാപിച്ചിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ അവസ്ഥ കൂടി നമ്മൾ നോക്കണം. ഞങ്ങളിവിടെ 1000 മണിയുള്ള ജപമാല ജോൺ പോൾ മാർപ്പാപ്പ ജപമാല വർഷം സ്ഥാപിക്കുന്ന മുമ്പ് തന്നെ അമ്മ ഞങ്ങളോട് പറഞ്ഞതാണ്. 1000 മണിയുള്ള ജപമാല ഇവിടെ 5 വർഷം അടുപ്പിച്ച് ചൊല്ലി.
2004 അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴെന്തുകൊണ്ടാണ് 24 മണിക്കൂറും ജപമാല അണമുറിയാതെ രാത്രിയും പകലും ഇല്ലാതെ ചൊല്ലിയതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് റാലിയൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ റാലിക്ക് വരുന്നില്ലേ? 2 ലക്ഷം പേര് 3 ലക്ഷം പേരല്ലേ റാലിക്ക് വരണത്. അന്ന് തുടങ്ങിയതാ. ഓരോരോ കാലത്തും. പക്ഷേ അപ്പോഴും നാം മനസ്സിലാക്കണം, അതൊക്കെ ഒരു ബേസിക്സാണ്, അടിത്തറകൾ. പക്ഷെ ഇത് മേലോട്ട് പണിയണമെന്നുണ്ടെങ്കിൽ ആ അത്തരം കൊണ്ട് ഏറ്റുപറയണമൊക്കെ ഹൃദയത്തിൽ വിശ്വസിക്കണം. ഹൃദയത്തിൽ വിശ്വസിക്കണമൊക്കെ പ്രവർത്തികൾ നീതീകരിക്കപ്പെടണം. റോമ 10:9 യാക്കോബ് 2:19 കൂടി കൂട്ടിവെക്കുമ്പോഴാണ് വിശ്വാസം നടപടി പൂർണ്ണമാകണത്. റോമ 10:9 എന്താ പറയണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുന്നു. ദൈവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവരെന്ത് ചെയ്യണം? വിശ്വാസം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടണം. പ്രവൃത്തി വേണം. അത് യാക്കോബ് 2:17. അപ്പോൾ ഇത് രണ്ടും കൂടി ലിങ്ക് ചെയ്യുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഉടമ്പടി കത്താൻ കാരണം. പെട്ടെന്ന് മുമ്പും പുറം നോക്കാതെ ഇത് കത്തിപ്പടരാൻ കാരണം ഇതിൻ്റെ സത്യസന്ധമായ ഫോർമുലയാണ്. അത് വൃത്തിയും വിനയമായിട്ട് ആരാണ് മനസ്സിലാക്കുന്നത്? അവർ ദൈവസ്നേഹം നിറഞ്ഞ് ദൈവവിശ്വാസ പ്രേരിതരായി ഇത് സുവിശേഷത്തിന് സാക്ഷിയായി കഴിയുമ്പോൾ നമ്മൾ ആരുടെ സപ്പോർട്ടില്ലാതെ തന്നെ ഇത് സെൽഫായിട്ട് കത്താൻ തുടങ്ങും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ജീവൻ വിവേചിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് പ്രയോഗിക്കുവാൻ ഞങ്ങളെ അന്തർജ്ഞാനത്താൽ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. മുന്നേറിക്കൊണ്ട് ഞങ്ങളെ സാക്ഷികളായി വിശ്വാസ സ്ഥിരീകരണത്തിൻ്റെ മറ്റൊരു ജോലിയാണ് ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലുകൾ. ഉടമ്പടിയുടെ മെയിൻ സംഭവമാണ് ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലുകൾ. അത് വിശ്വാസത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ ഏറ്റവും വലിയ കടുത്ത പ്രയോഗമാണ്. അതായത് നിങ്ങളെപ്പോഴും കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്നെ സാക്ഷ്യപ്പെടുത്താൻ, നിൻ്റെ മഹത്വം സാക്ഷ്യപ്പെടുത്താൻ എന്നെ സഹായിക്കണമേ, എന്നെ നിൻ്റെ സാക്ഷിയായി മാറ്റണമേ. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സാക്ഷ്യം, 1 കൊല്ലമായി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കായിരുന്നു ഈ അൾത്താര കയറി ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി. 1 കൊല്ലമായി, അങ്ങനെ അവർ തുടങ്ങണം. 1 കൊല്ലമായി ഞാൻ പ്രാർത്ഥിക്കരുത്. വേറെ ഒരു ലേഡി പറഞ്ഞത്, ഞാൻ സ്വപ്നം കണ്ടായിരുന്നു കൃപാസന അൾത്താര കയറി സാക്ഷ്യം വഹിക്കാൻ വേണ്ടി. അതെന്താ സംഭവിച്ചാൽ, നിങ്ങൾക്ക് കിട്ടിയ സാക്ഷി, ഇപ്പം നിങ്ങളിവിടെ 2000-3000 പേരുണ്ട്, അതല്ല. ഇത് കഴിഞ്ഞ മാസം കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ പറഞ്ഞ ഒരു സാക്ഷ്യം ആൾക്കാരിപ്പോൾ കൂടിയിരിക്കുന്നത് 2 ലക്ഷത്തിലേറെ ആൾക്കാരെ സാക്ഷ്യം കണ്ടു. ലോകത്തിലുള്ള എങ്ങനെയുള്ള എമ്പാടുമുള്ള
2 ലക്ഷം പേരാണ് ആ സാക്ഷ്യം കണ്ടത്. എന്ത് സംഭവിച്ചിരിക്കണത്? ആ 2 ലക്ഷം പേരിലേക്ക് എന്ത് പറ്റി? സുവിശേഷം പ്രസരിക്കും. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ആ 2 ലക്ഷം പേരിലേക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഒരു ജന്മം കൊണ്ട് ഒരു 2000 പേരെ പോലും നിങ്ങൾക്ക് സുവിശേഷത്തിലേക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? എന്ത് പാടാണ്. ഒരു 2000 പേരെങ്കിലും നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയണമെങ്കിൽ നിങ്ങൾ എത്ര പേരോട് പറഞ്ഞു കാണും? വളരെ കുറച്ച് പേരോടെ പറഞ്ഞു കാണത്തുള്ളൂ. അങ്ങനെ പറയണമെങ്കിൽ, മറ്റുള്ളവരോട് പറയണമെങ്കിൽ പ്രത്യേക അഭിഷേകം നമുക്ക് വേണം. ഇപ്പം ചില ആൾക്കാരൊക്കെ പല സഭയുടെ ഉന്നതമായ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി സുവിശേഷത്തെക്കുറിച്ചൊക്കെ ഡോക്ടറേറ്റ് എടുക്കും. അവർ വിമാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ സഭയ്ക്ക് 10, 20, 30 ലക്ഷം രൂപയൊക്കെയാണ് ഒരു ഡോക്ടറേറ്റിന് വേണ്ടി ഒരു വിദ്യാർത്ഥിനെ പഠിപ്പിച്ചെടുക്കണമെങ്കിൽ. പക്ഷെ അവർ വിമാനത്തിൽ ഇരിക്കുമ്പോൾ പോലും അടുത്തിരിക്കുന്ന ആളിനോട് യേശുവിനെക്കുറിച്ച് പറയത്തില്ല. അതാണ് പ്രശ്നം. സഭ 30 ലക്ഷം രൂപ മുടക്കി ഡോക്ടർമാരുണ്ടാക്കിയതാണ്. പക്ഷേ അടുത്തിരിക്കുന്നവനോട് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ യേശുക്രിസ്തു വിശ്വസിക്കണമെന്ന് അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥത്തിൽ അഭിഷേകമുള്ളവർ. മറ്റുള്ളവർ അതൊരു പ്രൊഫഷനായിട്ട് എടുത്തിരിക്കുകയാണ്. ക്രിസ്തുവിനെ പഠിക്കണത് എന്തിനാണ്? ക്രിസ്തുവിനെ കൈമാറാനാണ്. കൈമാറാനല്ലാതെ ക്രിസ്തുവിനെ പഠിക്കണത് എന്തിനു വേണ്ടിയാണ്? അതാണ് പ്രശ്നം. ക്രിസ്തുവിനെ കൈമാറാനല്ലാതെ പഠിക്കണത് എന്തിനാണ്? ചില ആൾക്കാർ ചില വീടുകളിലൊക്കെ ചിലരൊക്കെ MBBS പോകും. എന്നിട്ട് അവർ തന്നെ പറയും, ഞങ്ങൾക്ക് ഡോക്ടറായിട്ട് കാര്യമൊന്നുമില്ല. കാര്യം എന്താണ്? 10 തലമുറക്ക് തിന്നാനുള്ളത് ഞങ്ങളുടെ വീട്ടിൽ കിടപ്പുണ്ട്, പിന്നെ ഞങ്ങളെന്തിനാണ് ജോലിക്ക് പോകുന്നത്? പിന്നെ ഒരു ആഡംബരത്തിന്, ആധ്യാത്മികമായ കാര്യങ്ങൾ ചെയ്യുന്ന ആഡംബരത്തിനല്ല, അത് അഭിഷേകത്തിനും വിശ്വാസ കൈമാറ്റത്തിനും വേണ്ടിയാണ്. പക്ഷെ ചില മനുഷ്യർ അടുത്തിരിക്കുമ്പോൾ തന്നെ ഒരു ഡോക്ടറേറ്റും ഇല്ല, അവർക്ക് അറിവുമില്ല അവർക്ക്. പക്ഷെ അവർ കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കും, മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. യേശുവിനെക്കുറിച്ച് ഈ ജന്മത്തിൽ, ഈ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞില്ലെങ്കിൽ ഈ ജീവിതം നിങ്ങൾക്ക് ജീവിക്കാത്ത പോലെയാകും. കാര്യം അവരുടെ ഉള്ളിൽ നിന്നൊരു തള്ളിച്ചയാണ്. അവർക്ക് ദൈവസ്നേഹം നിറഞ്ഞിട്ട് അഭിഷേകം കിട്ടിയിരിക്കുകയാണ് കർത്താവിനെ കൈമാറാൻ വേണ്ടി. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, അങ്ങേ കൈമാറാൻ അൾട്ടിമേറ്റ് ആത്യന്തികമായ എൻ്റെ ജീവിത ലക്ഷ്യമായി സുവിശേഷ കൈമാറ്റത്തിനായി എന്നെ അഭിഷേകം ചെയ്യണം. സന്തോഷത്തോടെ നീ വരൂ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. കർത്താവ് നമ്മളോട് പറയുന്നില്ലേ, നിങ്ങളിത് പുറത്തു പോയി പറയണം എന്ന് പറയണില്ലേ? ഈ ദൈവം ആര് ടാർഗറ്റ് ചെയ്യണത്? നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ദൈവം ആരെയാണ് ടാർഗറ്റ് ചെയ്യണത്? നിങ്ങളുടെ സാക്ഷ്യം പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അച്ഛനെ കാണുമ്പോൾ അച്ഛൻ ചോദിക്കും, അല്ലെങ്കിൽ മെസ്സേജ് എടുക്കേണ്ടി വരികയാണെങ്കിൽ സാക്ഷ്യം അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഉടമ്പടി പുഷ്കലമാകണമെന്നുണ്ടെങ്കിലും സാക്ഷ്യം വേണം. അതുകൊണ്ട് ചില ആൾക്ക് ആ സാക്ഷ്യം പറയുമ്പോൾ അന്ന് മുതൽ ഉടമ്പടി ഒന്ന് നിങ്ങൾ കിട്ടിയ അനുഗ്രഹം നഷ്ടപ്പെടത്തില്ല. അതാണ് ഏറ്റവും വലിയ സംഭവം. സെക്യൂരിറ്റി ആവും. നിങ്ങളുടെ അനുഗ്രഹത്തിന് മേൽ കർത്താവിന് ഒരു സെക്യൂരിറ്റി കിട്ടും. നിങ്ങൾക്ക് അത് നഷ്ടപ്പെടത്തില്ല. കാര്യം വന്ന രോഗം പിന്നെയും വരരുതല്ലോ.
അപ്പോൾ സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കടമ തീർന്നു. നമുക്ക് നഷ്ടപ്പെട്ട പോയി, നമുക്ക് വന്ന പോലെ കടങ്ങൾ ഇനിയും വരരുതല്ലോ, വന്ന അപകടം ഇനിയും വരരുതല്ലോ. അപ്പോൾ ഈ വീണ്ടും വരാതിരിക്കുന്നതിന് വേണ്ടി കൂടി സെക്യൂരിറ്റി ആയിട്ടാണ് നമ്മൾ സാക്ഷ്യം പറയണത്. എനിക്ക് ജോലി കിട്ടി, ആ ജോലി കിട്ടിയത് ഇനി പോകരുതല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ പേരിലാക്കിയിരിക്കണം നമ്മൾ സാക്ഷ്യത്തിലെ. സാക്ഷ്യം എന്താണ്? ദൈവം, അത് നമ്മുടെ ഒരു ഉദ്ദേശമാണ്. നമുക്ക് കിട്ടിയ അനുഗ്രഹം പോകാതിരിക്കാനാണ്, നമ്മൾ വീണ്ടും അത് വരാതിരിക്കാനാണ്, ആ ഒരു രോഗവും മറ്റ് കഷ്ടപ്പാടുകൾ വീണ്ടും വരാതിരിക്കാനാണ് നമ്മൾ സാക്ഷ്യം പറഞ്ഞ് ആ ദൈവത്തെ അതിൻ്റെ അകത്ത് കക്ഷിയാക്കി അക്കൗണ്ടബിളാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ഉദ്ദേശം വേറെയാണ്. നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ, ഉടമ്പടിയിൽ നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. എന്താ കാര്യം? നിങ്ങളെ സുവിശേഷമാക്കുകയാണ് ദൈവം ചെയ്യണത്. നിങ്ങളെ സുവിശേഷമാക്കുകയാണ്. എന്തിനാണ്? സംശയമുള്ള ആൾക്കാരെ, ദൈവത്തെക്കുറിച്ച് സംശയമുള്ള ആൾക്കാർക്ക് നിങ്ങൾ സംശയ നിവാരണം ചെയ്യാൻ. നിങ്ങളുടെ സാക്ഷ്യം ഒരു 50,000 പേര് ഇപ്പം കൃപാസനത്തിൽ നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താ? ലോകത്ത് ഏറ്റവും കൂടുതൽ സാക്ഷ്യം കേൾക്കുന്നത് കൃപാസനത്തിൻ്റെ സാക്ഷ്യമാണ്. ലോകത്താണ് ഞാൻ പറയണത്, അല്ല കേരളത്തിലല്ല. നിങ്ങളെ യൂട്യൂബ്, ഇന്നിപ്പോൾ യൂട്യൂബ് ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു ശുശ്രൂഷ സഭയ്ക്കുണ്ടെങ്കിൽ യൂട്യൂബിലുണ്ടാവുമല്ലോ, നോക്കിയാൽ മതി. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ സാക്ഷ്യം പറയുന്നത് ഈ ഒരു അൾത്താറയിലാണ്. കാര്യം എന്താണ്? ലോകത്ത് എല്ലാ ദിവസവും ഇവിടെ സാക്ഷ്യമുണ്ട്. അല്ലാതെ ഒരാഴ്ച ധ്യാനം നടത്തിയിട്ട് ധ്യാനത്തിൻ്റെ അവസാനം കുറച്ച് സാക്ഷ്യം പറയുകയല്ല. ഇത് എല്ലാ ദിവസവുമാണ്. 11 മണി തൊട്ട് 5 മണി വരെ സാക്ഷ്യമാണ്, 6 മണി വരെ. 11 മണി തൊട്ട് രാവിലെ 5 മണി വരെ സാക്ഷ്യം പറഞ്ഞ ലോകത്ത് ഏത് ശുശ്രൂഷ കേന്ദ്രമുണ്ട്? അപ്പം തന്നെ എനിക്ക് മനസ്സിലാക്കാം നിങ്ങൾ കൈ കൊടുത്തിരിക്കുന്ന പുളിങ്കമ്പേരാണെന്ന്. എന്താ കാര്യം? കർത്താവ് ഇക്കാലത്തെ കണ്ണീരിന് തന്ന മറുപടിയാണിത്. കൈയിട്ടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ.